പ്രിയ ദൈവജനമേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നിത്യ കന്യകാത്വം എന്നത് കത്തോലിക്ക സഭയുടെ അചഞ്ചലമായ വിശ്വാസ സത്യവും അപ്പസ്തോലിക പാരമ്പര്യവുമാണ്. ബൈബിളിൽ പരാമർശിക്കപ്പെടുന്ന ഈശോയുടെ സഹോദരങ്ങൾ എന്നത് അക്കാലത്തെ യഹൂദ സംസ്കാരമനുസരിച്ച് അടുത്ത ബന്ധുക്കളെയും കസിൻസിനെയും സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണെന്ന് സഭ വ്യക്തമാക്കുന്നു. യഹൂദ ആചാരപ്രകാരം മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം തൊട്ടടുത്ത രക്തബന്ധമുള്ള സഹോദരങ്ങൾക്ക് മാത്രമായിരുന്നു. സൃഷ്ടാവായ ദൈവം താൻ തന്നെ ഭൂമിയിൽ സ്ഥാപിച്ച കുടുംബക്രമങ്ങളെ പൂർണ്ണമായും ബഹുമാനിക്കുന്നവനായിരുന്നു. ഈശോയ്ക്ക് സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് തൻ്റെ അമ്മയെ അന്യനായ യോഹന്നാനെ ഏൽപ്പിക്കുന്നത് അക്കാലത്തെ നിയമങ്ങൾക്കും നീതിക്കും വിരുദ്ധമാകുമായിരുന്നു. സ്വന്തം സഹോദരങ്ങൾ ഇല്ലാത്തതിനാലാണ് യോഹന്നാനിലൂടെ അവിടുന്ന് അമ്മയെ ലോകത്തിന് നൽകിയത്. വിശുദ്ധ യോഹന്നാൻ മറിയത്തെ തൻ്റെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ചതായും മരണം വരെ സംരക്ഷിച്ചതായും സഭാ പാരമ്പര്യങ്ങളും ചരിത്രരേഖകളും സാക്ഷ്യപ്പെടുത്തുന്നു. കത്തോലിക്ക വിശ്വാസം കേവലം ഊഹാപോഹങ്ങളിലല്ല, മറിച്ച് അപ്പസ്തോലന്മാരുടെ സാക്ഷ്യങ്ങളിലും വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളിലും അധിഷ്ഠിതമായ സുസ്ഥിരമായ പ്രബോധനമാണ്. മറിയത്തിൻ്റെ വിശുദ്ധിയിൽ സംശയം ജനിപ്പിക്കുന്നത് വിശ്വാസികളെ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള സാത്താൻ്റെ തന്ത്രം മാത്രമാണ്. ഇത്തരം അനാവശ്യ തർക്കങ്ങളിലും വിഭജനങ്ങളിലും വീണുപോകാതെ നമ്മുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ നാം ബാധ്യസ്ഥരാണ്. പരിശുദ്ധ ഖുറാനിലെ 19-ാം അധ്യായമായ സൂറത്ത് മറിയം പരിശുദ്ധ അമ്മയെ അത്യധികം പുകഴ്ത്തുകയും അവളുടെ കന്യകാത്വത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഇതര മതവിശ്വാസികൾ പോലും അമ്മയെ ഇത്രയധികം ആദരിക്കുമ്പോൾ അനാവശ്യ വിവാദങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ അമ്മയുടെ മാഹാത്മ്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അമ്മയുടെ ഗർഭധാരണത്തിലും പ്രസവ സമയത്തും പ്രസവാനന്തരവും മറിയം കന്യകയായിരുന്നു എന്നത് സഭയുടെ ആധികാരികമായ വിശ്വാസമാണ്. ഈശോയ്ക്ക് മാതാവായ മറിയത്തിൽ നിന്ന് രക്തബന്ധമുള്ള മറ്റ് സഹോദരങ്ങളോ സഹോദരിമാരോ ഉണ്ടായിരുന്നില്ല എന്ന സത്യം ചരിത്രപരവും സിദ്ധാന്തപരവുമായ തെളിവുകളാൽ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. മറിയത്തിൻ്റെ മഹിമയെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ പഠിച്ചും ഉൾക്കൊണ്ടും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. ഈ വലിയ വിശ്വാസ സത്യം മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. പ്രിയ